ഹലോ ഗായ്സ്, ഷൈൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരുപാട് പോരായ്മകളുണ്ടാവും. അപ്പം അതുപോലെ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പം ഇതിൽ എൻ്റെ ട്രാവലിങ്ങിൻ്റെ വ്ളോഗ് ഉണ്ടാകും. അതേപോലെ തന്നെ പല പല സ്ഥലത്ത് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം എൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയുമ്പോഴത്തേന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ്റെ ഫാമിലി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അവരെയും കൂട്ടിയിട്ട് നമ്മുടെ സൗദി അറേബ്യയുടെ ഒരുപാട് പ്രീവിയസ് ഹിസ്റ്ററി ഉറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. എന്ന് പറയുമ്പോഴത്തേന് അറൗണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലേസ് എന്ന് പറയുമ്പോഴത്തേന് ദമാമാണ്. ദമാമിൽ നിന്നൊരു 140 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അൽഹസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്ലേസ് ഉണ്ട്. കാരണം നമ്മുടെ സെയിം ലൈക്ക് ഈവൻ ഒമാൻ ആണെങ്കിൽ സലാല, അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ഒരു പച്ചയായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ അൽഹസ എന്ന് പറയുന്നത്. ഇവിടെ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ്സ് ആണല്ലോ നമ്മുടെ നാട്ടിൽ തേങ്ങ പോലെ. ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ചൂടല്ലേ. അപ്പം അങ്ങനെയുള്ള പ്ലേസിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ വേൾഡിലോട്ട് ഏറ്റവും കൂടുതൽ ഡേറ്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഇവിടെ. ഇത് മീൻസ് അൽ ഹസ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇവിടെയാണെങ്കിൽ നല്ലൊരു കേവ് ഉണ്ട്. കേവ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലത്തെ എന്താ പറയുക, നമ്മുടെ നാട്ടിലാണല്ലോ ഏറ്റവും കൂടുതൽ ഗുഹ അങ്ങനെയുള്ള സംഭവമുണ്ടല്ലോ. പക്ഷേ ഇവിടുത്തെ കേവിനാണെങ്കിൽ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഹിസ്റ്ററി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 UNESCO എന്ന് പറഞ്ഞിട്ടുള്ളൊരു യുനെസ്കോ എന്ന് പറയുന്ന ഒരു വേൾഡിൽ 7th ലിസ്റ്റിൽ ഈ ഒരു പ്ലേസ് ഉണ്ട്. അപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരുപാട് മനുഷ്യർ ഇവിടെ നിന്നാണ് ജീവിച്ചത്. അവരുടെ ജീവിത രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ഈ ഒരു പ്ലേസിലുള്ളത്. അങ്ങനെ ഞാനാണെങ്കിൽ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പക്ഷേ ഫുള്ള് പാർക്കിംഗ് ആണ്, വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ പിന്നെ പാർക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അപ്പം കാരണം ഒരുപാട് കൺട്രിയിലെ ഒരുപാട് ട്രഡീഷണൽ കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് പറയുമ്പോൾ ഈജിപ്ഷ്യൻ ആ ഒരു സമയത്ത് ഒരുപാട് വ്യക്തികൾ ഭരിച്ചിട്ടുണ്ടല്ലോ ആ സമയത്ത്. അങ്ങനെ അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. കാരണം ഭയങ്കര 2000 ഇയേഴ്സിനും മേളിലുണ്ട് പഴക്കമെല്ലാം. ഞാനിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് പിന്നെ കാണുന്ന പറയുമ്പോഴത്തേന് ഇതിനകത്താണെങ്കിൽ നമ്മുടെ ഇവിടെ സൗദിയിൽ തന്നെ ഖുറാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റാച്യു പോലെ ഒരു മൂമെൻറ്റ്സ് ഉണ്ട്. എൻ്റെ ഇരുവയും വൈഫ് ഇങ്ങനെ നടക്കുവാണ്, കുഞ്ഞുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ പോയിട്ടിരിക്കുമ്പോഴത്തേക്കിന് എന്നമോളാണെങ്കിൽ ഭയങ്കര നിർബന്ധം കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ ഇതിനകത്തോട്ട് കയറി പോകാൻ പറ്റും. ഒരുപാട് കേവുണ്ട്, കാരണം ഒരുപാട് ഗുഹയുണ്ട് ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ. അങ്ങനെ ഞാനൊരു ഗുഹയിലോട്ട് ഇങ്ങനെ ചുമ്മാ കയറി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് ഭയങ്കര ഇരുട്ടാണ്. കാരണം അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ആദ്യമായിട്ടൊക്കെ കയറുമ്പോഴത്തേന് ഭയങ്കര പേടിയാവും. പക്ഷേ എന്നാലും ഒരു രസമാണ് ഇത്. കാരണം നല്ല തണുപ്പാണ്. കാരണം ചൂടുള്ള സമയത്തും ഇതിനകത്ത് നല്ലൊരു കോൾഡ് ക്ലൈമറ്റാണ്. കാരണം ഞാൻ ചുമ്മാ ഇങ്ങനെ അകത്തോട്ട് കയറിപ്പോയപ്പോഴത്തേക്കിന് കാരണം അവിടെ വെച്ചിട്ട് ഈ ഒരു വഴി എൻഡ് ആവുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ട് ഒരുപാട് ഗുഹയുണ്ട്. അങ്ങോട്ട് നമ്മളിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റിയിട്ട് ഒരുപാട് സംഭവമുണ്ട് അതിനകത്ത്. അങ്ങനെ ഇന്ന് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്ലാനാണ് നോക്കുന്നത്. ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. Part 2 and D, stay tuned.